തൃക്കേട്ട നക്ഷത്രം. തൃക്കേട്ട നക്ഷത്രക്കാർ പൊതുവെ ഓപ്പണായിട്ട് അവർ ഫൈറ്റ് ചെയ്യാനൊന്നും പോവില്ല. സൈലൻ്റായിട്ട് ഗെയിം കളിക്കുന്നവരാണ്. ഭയങ്കര ഇൻ്റലിജൻ്റ് ആയതും കൊണ്ടാണ്. മാർച്ച് മാസത്തിൽ പൊതുവേ എല്ലാം തലകീഴായിട്ടായിരുന്നു. ഒക്കെ മാർച്ച് മാസത്തിലെല്ലാം ഒരു 10-10 രീതിയിൽ തന്നെ പോയിട്ടുണ്ടായിരുന്നു. എല്ലാം സൈലൻ്റ്ലി ആനലൈസ് ചെയ്യുകയായിരുന്നു. പക്ഷേ ഏപ്രിൽ മാസത്തിൽ നിങ്ങൾ കൂടുതലും മറ്റുള്ളവരെ ഭരിക്കാൻ പോകാൻ സാധ്യത കൂടുതലാണ്. പൊതുവേ എല്ലാവരും പറയുന്നത് നിങ്ങൾ നല്ല ഇൻ്റലിജൻ്റ് ആണ്, സീക്രട്ടീവ് ആണ്, നല്ല സ്ട്രോങ് ആണ്. പക്ഷെ ആരും പറയാത്ത ഒരു ഇടൻ ട്രൂത്ത് ഉണ്ട്. നിങ്ങൾ മാസ്റ്റർ സ്ട്രാറ്റജിസ്റ്റാണ്. നിങ്ങൾ ഒരു കാര്യം പ്ലാൻ ചെയ്യും ഭയങ്കരമായിട്ട്. അതിനുള്ള ബുദ്ധി നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുണ്ട്. നിങ്ങൾക്ക് ഗെയിം മനസ്സിലാകും. ആളുകളുടെ ഇൻറ്റൻഷൻ വായിക്കാൻ കഴിയും. മറ്റൊരു സീക്രട്ട് സൈലൻ്റായിട്ട് മറ്റൊരാളെ കൺട്രോൾ ചെയ്യും. നിങ്ങൾ ഓപ്പണായിട്ട് ഡൊമിനേറ്റ് ചെയ്യില്ല, പക്ഷേ കൺട്രോൾ ചെയ്യും. മറ്റൊരു ഇടൻ സൈഡ് സർവൈവർ മൈൻഡ് സെറ്റാണ്. ഏത് സിറ്റുവേഷൻ ആയാലും നിങ്ങൾക്ക് അഡാപ്റ്റ് ചെയ്ത് ജയിക്കും. നിങ്ങളുടെ ഡാർക്ക് സൈഡ് എന്താ വെച്ചാൽ നിങ്ങൾ ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യും. ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടാവും. റിവഞ്ച് മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് നന്നായിട്ടുണ്ട്. നിങ്ങളുടെ പോസിറ്റീവ് സൈഡ് എന്താ വെച്ചാൽ നല്ല ഇൻ്റലിജൻ്റ് ആണ്. പ്ലാനിങ് നന്നായിട്ട് ചെയ്യും. ഡിസിഷൻ പവറുണ്ട്. നിങ്ങൾക്കൊരു ഗിഫ്റ്റ് എന്താ വെച്ചാൽ ഈ സക്സസ് ആകാൻ നിങ്ങൾക്ക് എങ്ങനെ പോയാലും കഴിയും. മാർച്ച് മാസം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഒബ്സർവേഷൻ മന്ദായിരുന്നു. കരിയറിലാണെങ്കിൽ സ്ലോ പ്രോഗ്രസ്, എല്ലാം മന്ദം ഒരു പോക്ക്. പ്ലാനിങ് ഫേസാണ്. ഹിഡൻ വർക്കൊക്കെ ചെയ്തു, പക്ഷേ എല്ലാം കുഴപ്പമില്ലാത്ത രീതിയിൽ പോയി. സാമ്പത്തികം നോക്കുകയാലും സ്റ്റേബിൾ തന്നെയായിരുന്നു, പക്ഷേ കൂടുതലായിട്ടൊന്നും കയ്യിൽ ഉണ്ടായിരുന്നില്ല. എല്ലാം കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. റിലേഷൻഷിപ്പിലാണെങ്കിൽ സൈലൻ്റ് ആയിരുന്നു, ഡിസ്റ്റൻസും വന്നു, ഹിഡൻ ഇമോഷൻസും ഉണ്ടായിരുന്നു. ചിലർക്ക് ഭയങ്കര സീക്രട്ട് എന്നുള്ള ഫീലിങ്സ് എന്തായിട്ടുണ്ടാവും. നിങ്ങളുടെ മെൻ്റൽ സ്റ്റേറ്റ് എന്താ വെച്ചാൽ ഭയങ്കര ഡീപ്പായിട്ട് തിങ്ക് ചെയ്തു, ഭയങ്കരമായിട്ട് ആനലൈസും ചെയ്തിട്ടുണ്ടാവും. ട്രസ്റ്റ് ഇഷ്യൂ, വിശ്വാസത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ നന്നായിട്ടുണ്ടാവും. പുതിയൊരു തുടക്കത്തിനായി മാർച്ച് നിങ്ങൾ ഒരുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഏപ്രിൽ മാസത്തിൽ കരിയറിൽ ഒരു തീരുമാനം നിങ്ങൾ എന്തായാലും എടുക്കും. അത് കൂടുതലും സക്സസ്സിലേക്കേ പോവുള്ളൂ. നിങ്ങളുടെ എഫേർട്ട് അത് റിസൾട്ടായിട്ട് മാറും. അതോറിറ്റി ഇൻക്രീസ് ചെയ്യും. നിങ്ങൾക്ക് കൺട്രോൾ കിട്ടും. സാമ്പത്തികം നോക്കുകയാണെങ്കിൽ ഇൻകം എന്തായാലും ഇമ്പ്രൂവ് ചെയ്യും. ഒരുപാട് ഇമ്പ്രൂവ് ഒന്നുമില്ല, പക്ഷെ എന്നാലും കുറച്ചൊക്കെ സേവ് ചെയ്യാൻ പറ്റും. സ്മാർട്ടായിട്ട് ഏൺ ചെയ്യാൻ പറ്റും. കരിയറിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. ഇൻവെസ്റ്റ്മെൻറ്റ് ഡീല് ചാൻസ് എന്തായാലും ഉണ്ടാവും. അതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. എഡ്യൂക്കേഷൻ നോക്കുകയാണെങ്കിൽ കോൺസെൻട്രേഷൻ നല്ല പീക്കായിരിക്കും. ആനലിറ്റിക്കൽ പവർ നല്ല സ്ട്രോങ് ആയിരിക്കും. കോമ്പറ്റേറ്റീവ് സക്സസ് ആയിരിക്കും. റിലേഷൻഷിപ്പിൽ ഏപ്രിലിൽ ഒരു ഭയങ്കരമായിട്ടുള്ള അട്രാക്ഷൻ ഉണ്ടാവും. പക്ഷേ ചാടിക്കയറിയിട്ട് ഇഷ്ടമാണ് ആനയാണെന്നൊന്നും പറയരുത്. പ്രൊവോക്കേഷനൊന്നും ചെയ്യണ്ട. പക്ഷേ ഒരു സൂചന ആദ്യം തന്നെ ഇഷ്ടമുണ്ടെന്ന് പറയുന്നത് നല്ലതായിരിക്കും. ഏപ്രിലിൽ ഒരു അട്രാക്ഷൻ ഉണ്ടാവും. അട്രാക്ഷൻ ഉണ്ടെങ്കിൽ പ്രണയമാണെന്നുള്ള രീതിയിൽ സംസാരിക്കൊന്നും വേണ്ട. എന്തോ അട്രാക്ഷൻ ഉണ്ടെന്ന് പറയുന്നത് നല്ലത് തന്നെയാണ്. ആദ്യം തന്നെ ഒരു ഇടൻ പ്രണയം റിവീലാവും. സീക്രട്ട് റിലേഷൻഷിപ്പിന് ചാൻസ് ഉണ്ട്. ചിലർക്ക് ഇൻറ്റൻസ് ആണ്, പക്ഷെ പ്രൈവറ്റ് ലവ് ആയിരിക്കും. പഴയ ആൾ മെല്ലെ പതിയെ തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിക്കണം. മാനിപ്പുലേഷൻ അവോയ്ഡ് ചെയ്യുക. ട്രസ്റ്റ് ബാലൻസ് ചെയ്യണം. ബിസിനസ്സിൽ സ്ട്രാറ്റജി ബേസ്ഡ് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. കോമ്പറ്റീഷൻ എന്തായാലും ഉണ്ടാവും. അതിൽ താഴ്ക്കാൻ നിങ്ങൾക്ക് പറ്റുമായിരിക്കാം, ഉറപ്പ് കറക്റ്റായിട്ടില്ല. ഒരു ചെറിയ ലാഭമൊക്കെ പ്രതീക്ഷിക്കാം. സ്ട്രാറ്റജി പവർ ഏപ്രിലിൽ കുറച്ച് പീക്കായിരിക്കും. നിങ്ങൾ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ പെർഫെക്റ്റ് ടൈമിൽ തന്നെ നിങ്ങൾ എക്സിക്യൂട്ടീവ് ചെയ്യും. നിങ്ങൾക്കത് ഫീൽ ആവുകയും ചെയ്യും. നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സെന്ത് പറയണോ അത് മാത്രം ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ആളുകൾ നിങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അവർ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അവരെന്തായാലും ഷോക്കാവും. അവരെന്തായാലും സൈലൻ്റായിട്ട് ജയിക്കും. പ്രതികാരം അവോയ്ഡ് ചെയ്യണം. ഇമോഷൻസ് കൺട്രോൾ ചെയ്യുക. സ്മാർട്ടായിട്ട് യൂസ് ചെയ്താൽ ചെറിയൊരു സക്സസ് ഏപ്രിലിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും.